ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നവംബർ 1 ആണ്. ഇന്ന് കേരള പിറവിയാണ്. രാവിലെ എല്ലാവർക്കും കേരള പിറവിയുടെ ആശംസകൾ നേരുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയുള്ളതൊന്നും ഇല്ലായിരുന്നു. ഇപ്പം പിന്നെ എല്ലാവരും സെറ്റ് എടുത്തുകൊണ്ട് പോകണം. കോളേജിൽ പോകുന്നവരും ഓഫീസിൽ പോകുന്നവരൊക്കെ ഞങ്ങളുടെ ദേവക്കുട്ടി ഇന്ന് സെറ്റൊക്കെ എടുത്ത് സുന്ദരിയായിട്ടാണ് ഒരു മണിക്കൂറായി സെറ്റ് എടുക്കാൻ പോയിട്ട് ഇപ്പോൾ എടുത്തോണ്ട് വന്നതേ ഉള്ളൂ. ഇനിയിപ്പം കഴിച്ചിട്ട് ഉടനെ പോകാൻ പോവാണ്. സുന്ദരിയല്ലേ സെറ്റൊക്കെ എടുത്തിട്ട് എല്ലാരും അഭിപ്രായം പറയണം. എനിക്ക് എന്തോ അവള് ഇതായിട്ട് സെറ്റൊന്നും അങ്ങനെ കൊടുത്തോണ്ട് വണ്ടിയിൽ പോകുന്നതല്ല. അതിന് സെറ്റൊക്കെ കൊടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞ ഇടയ്ക്കൊക്കെ കൊടുക്കണം. എപ്പോഴും ചുരിദാർ തന്നെ ഇടാൻ പറ്റും. ഇടയ്ക്കൊക്കെ ഓഫീസിലൊക്കെ പോകുമ്പോൾ സാരി സെറ്റൊക്കെ കൊടുത്ത് പോകാൻ പറഞ്ഞു. അതിനിട്ട് ഞങ്ങൾ കേശു കുഞ്ഞിപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂ. പാകത്തിന് ഇന്ന് കുറേ നേരം കിടന്നുറങ്ങി. അതുകൊണ്ട് എൻ്റെ പണിയെല്ലാം ഒതുക്കി. ഇനിയിപ്പം ഇച്ചിരി പണിയൊക്കെ ഉള്ളൂ. അത് പയ്യെ ചെയ്യാം. വരുന്ന 1-ാം തീയതിയൊക്കെയാണ് കേരളപ്പിറവിയാണ്. നല്ല നല്ല കമൻറ്റുകളും നല്ല നല്ല കാര്യങ്ങളും ഒക്കെ രാവിലെ തന്നെ എല്ലാവരും ചെയ്യുക. രാവിലെ തന്നെ എല്ലാവരും പറയുക. ഇന്നൊരു നല്ല ദിവസമാകട്ടെ. ഞങ്ങളുടെ ഹരിക്കോട്ടനാണ് അവിടെ ഒരു കേശിക്കോട്ടാതെ വിളിച്ചിട്ട് പോകും. അവൻ ഓഫീസിൽ പോവാന്ന്. ഇത് നല്ല രീതിയിൽ നിൽക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് രാവിലെ അതായത് നമ്മുടെ ദേശീയ ഭക്ഷണം, കേരളീയരുടെ ദേശീയ ഭക്ഷണമായ കേരളപ്പിറവി ആയതുകൊണ്ട് കേരളീയരുടെ ദേശീയ ഭക്ഷണമായ ഇഡലിയും ചമ്മന്തിയും. സാമ്പാർ വെച്ചില്ല. എന്താന്ന് പറയുമോ, ഈ ഇടയില്ല സാമ്പാറാണ്. ഇന്നിപ്പോ ഇത് നല്ലതൊക്കെയല്ല പഞ്ഞി പോലത്തെ ഇഡലി അങ്ങോട്ടോ. അല്ലാതെ നമ്മൾ കല്ലങ്കണ്ടലി ഒന്നും അല്ല. കണ്ടോ, നല്ല സോഫ്റ്റ് ഇഡലിയാണ് അമ്മ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അമ്മ ഉണ്ടാക്കി ഇഡലിയും സമ്മന്തിയും കഴിക്കാൻ വരുന്നോ രാവിലെ? ഓടി വായോ ഇഡലിയും സമ്മന്തിയും കഴിക്കാം.